ലോകത്തിലെ ക്യാൻസറിന്റെ തലസ്ഥാനമായി ഇന്ത്യ മാറുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യയിൽ 2020 ഏകദേശം 14 ലക്ഷത്തോളമായിരുന്നു ക്യാൻസർ കേസസ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇത് 2025 ആകുമ്പോഴേക്കും ഏകദേശം 15.7 ലക്ഷത്തോളമായി വർദ്ധിക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അപ്പോളോ ഹോസ്പിറ്റലിന്റെ ഹെൽത്ത് ഓഫ് ദ നേഷൻ 2024 റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ PTI അതായത് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ടുകളാണ് ഇത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സ്റ്റഡി പ്രകാരം ക്യാൻസർ വികസിക്കുന്നത് സാധാരണ കോശങ്ങൾ ഒരു മൾട്ടി സ്റ്റേജ് പ്രക്രിയയിലൂടെ ട്യൂമർ കോശങ്ങളുമായി പരിവർത്തനം ചെയ്യപ്പെടുമ്പോഴാണ്. അപ്പോളോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് മാത്രമല്ല, 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവരിൽ വിഷാദ രോഗം ഒരു പ്രധാന പ്രശ്നമായി കണ്ടുവരുന്നു. മാത്രമല്ല, യുവാക്കൾക്കിടയിൽ അതായത് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവരിൽ ഹൈപ്പർ ടെൻഷനും പ്രമേഹവും റിപ്പോർട്ട് ചെയ്യുന്നതായി സ്റ്റഡി പറയുന്നു. ഹൈ ബ്ലഡ് പ്രഷറും പ്രീ ഡയബറ്റീസും ഒബീസിറ്റിയും വർദ്ധിച്ചു വരുന്നതായും സ്റ്റഡികൾ പുറത്തുവരുന്നു. ഇന്ത്യയിലെ ജനസംഖ്യയുടെ 65% 35 വയസ്സിന് താഴെയുള്ളവരാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുവജന സംഖ്യകളിൽ ഒന്നാണ് ഇത്. മാരകമായ ഈ രോഗങ്ങളുടെ വർധനവിന് കാരണം ആരോഗ്യകരമല്ലാത്ത ഭക്ഷണശീലമാണ് ഉത്തരവാദികളെന്ന് സോണിപത്തിലെ അഡ്രോമേഡ ക്യാൻസർ ഹോസ്പിറ്റലിലെ റേഡിയേഷൻ ഓങ്കോളജി ചെയർമാൻ ഡോക്ടർ ദിനേശ് സിംഗ് പറയുന്നു. അടുത്ത കാലത്തായി ഇന്ത്യയുടെ ഭക്ഷണശീലം അത് നഗരങ്ങളിലായാലും ഗ്രാമങ്ങളിലായാലും ഒരുപോലെ തന്നെ മാറ്റപ്പെട്ടിട്ടുണ്ട്. യുവാക്കളും കുട്ടികളും ഹൈ പ്രോസസ്ഡ് പാക്കറ്റ് ഭക്ഷണങ്ങളിലേക്കും മധുരപാനീയങ്ങളിലേക്കും കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളിലേക്കും ചേക്കേറുന്നത് വളരെ പെട്ടെന്നാണ്. ഇത് ഡയബറ്റീസിനും ഹാർട്ട് ഡിസീസിനും ഒബേസിറ്റിക്കും വഴിവെക്കാൻ അധിക നാളൊന്നും വേണ്ടിവരില്ല. ഇതുപോലുള്ള ഭക്ഷണങ്ങൾ നമ്മളെ കൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് തള്ളിവിട്ടത് ആരാണ്? വൻകിട കോർപ്പറേറ്റ്സിന്റെ വരുമാനം കൂട്ടാനുള്ള ഒരു തന്ത്രം മാത്രമാണിതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.